ചില സമയത്തെങ്കിലും ഇന്ത്യയുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തോട് ഭയങ്കരമായിട്ടൊരു സഹതാപം എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് എന്താ പറയുക, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിയമങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇരയാണ് രജീഷ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കുമളിയിലുള്ള ഒരു പുള്ളിക്കാരൻ. പ്രൈവറ്റ് ബസ്സിലെ കിളിയായിട്ടോ അല്ലെങ്കിൽ കണ്ടക്ടറായിട്ടോ ഒക്കെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. പ്രേമിച്ചോ മറ്റോ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിരുന്നത്. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു. ഒരു 6 വർഷം മുന്നെയോ മറ്റോ പുള്ളിക്കാരത്തി ജോലി തേടി പുറത്തേക്ക് പോകുന്നു, ഒരു പുറം രാജ്യത്തേക്ക് പോകുന്നു. അവിടെ വച്ച് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നു. എന്നിട്ട് ഓക്കെ, അത് അവരുടെ ലൈഫ് ചൂസ് ചെയ്ത് പോയി. ഇപ്പം ഇപ്പോൾ 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എങ്കിൽ അവർ നാച്ചുറലായിട്ട് പിരിയാതിരിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ 6 വർഷം തിരിഞ്ഞു നോക്കാതിരുന്ന സ്ത്രീ എഗിൻ ആ 6 വർഷം ആ മകനെ വളർത്തിയത് ആ ഒരു അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ ജീവിതവും ഒക്കെ ആ കുഞ്ഞിലായിരുന്നു. പെട്ടെന്ന് ഓവർനൈറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് പുള്ളിക്കാരത്തേക്ക് തോന്നുന്നു, ഓക്കെ എനിക്കെൻ്റെ മകനെ വേണം, വരുന്നു, കേസ് കൊടുക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മേ ബി അവിടെ കുറച്ച് നല്ല കാശും കുറച്ച് ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് രീതിയിലും കേസ് ഫ്രെയിം ചെയ്യാം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ചോദിക്കുന്നുണ്ട് ഫെമിനിസ്റ്റുകളും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ ഇക്വാലിറ്റി അല്ല, ഒരു അപ്പർ ഹാൻഡ് സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് കിട്ടുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അത് കഴിവുള്ളവന് അല്ലെങ്കിൽ കാശുള്ളവന് കുറച്ചധികം കൂടുതലാണ്. അതിൻ്റെ കാര്യം ഞാൻ ഈ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ, കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഏത് രീതിയിലും പലതും ഫാബ്രിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ റേപ്പിൻ്റെ കേസിലൊക്കെ അല്ലെങ്കിൽ പോക്സോയിലൊക്കെ അകത്ത് പോയിട്ട് ജയിലിലായിട്ട് വർഷങ്ങൾക്ക് ശേഷം നിരപരാധി എന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ന്യൂസ്. റീസെൻ്റ്ലി തമിഴ്നാട്ടിലൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ആൾക്കാർ നിയമത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയല്ല, ഒരു സ്ത്രീയുടെ രൂപമുള്ള ഒരു രാക്ഷസി എന്ന് പറയാം, രക്തരാക്ഷസം എന്ന് പറയാൻ വേണമെങ്കിൽ, അൺനെസസറി ആയിട്ട് ഒരാളെ കുറച്ച് ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും വേണ്ടി വീഡിയോ എടുത്തിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ്. എന്നിട്ടോ കുറച്ച് നാൾ പുള്ളിക്കാരത്തി അകത്ത് ജയിലിലൊക്കെ ആയി. എന്നിട്ട് വളരെ കൂളായിട്ട് ഇപ്പം വീഡിയോസൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ എന്തിന് സ്വന്തം ജീവൻ എടുക്കണം? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് രജീഷ് സ്വന്തം, എനിക്ക് തോന്നുന്നു എൻ്റെ അതിലും അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന ന്യൂസസ് വരുന്നത്. ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയിട്ട് ആ കുഞ്ഞിനെ മറ്റൊരു കല്യാണം പോലും കഴിക്കാതെ, മറ്റൊരു യുവതിയുടെ കൂടെ പോകാതെ ആ മകന് വേണ്ടി ജീവിച്ച അച്ഛനിൽ നിന്ന് ആ കുഞ്ഞിനെ അടർത്തി മാറ്റി കൊണ്ടുപോയപ്പോൾ ആ അച്ഛന് താങ്ങാൻ പറ്റിയില്ല. പുള്ളി സ്വയം ജീവനെടുത്തു. സത്യത്തിൽ നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്ത പുള്ളി പൊട്ടനാണ്. പോകുന്നവർ പോകട്ടെ, നമുക്ക് നോക്കാം, ആ കുഞ്ഞ് എന്നെ തന്നെ തിരിച്ച് തേടി വരുമെന്ന് ചിന്തിച്ച് നമ്മൾ ശ്രമിക്കണമായിരുന്നു. പക്ഷേ എല്ലാവരും ഹ്യൂമൻസ് അല്ലേ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെങ്കിൽ പോലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ ഒരു ഡിസിഷനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ എനിക്ക് തലച്ചോറി മനസ്സിലാകാത്ത കാര്യം, സ്വന്തം ഭർത്താവിനെയും മകനെയും കളഞ്ഞിട്ട് പോയി മറ്റൊരു പുരുഷനോടൊപ്പം, മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിതം സ്റ്റാർട്ട് ചെയ്ത ഒരാൾ ഇത്ര വർഷത്തിനപ്പുറം തിരിച്ചു വന്ന് കുഞ്ഞിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ അച്ഛൻ, അല്ലെങ്കിൽ ആ അച്ഛനെടുക്കാം, ആ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ചു, മറ്റൊരു സ്ത്രീയുടെ കൂടെ ആണെങ്കിൽ പിന്നെ പറയാം, ഓക്കെ രണ്ടാനമ്മ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യും അപ്പോൾ എനിക്ക്. പക്ഷേ ഇവിടെ ആ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കത്തക്ക രീതിയിൽ ആ കുഞ്ഞിനെ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ കൂടെ വിട്ടു? കാണാനുള്ള പെർമിഷൻ കൊടുക്കുക. ഇത്രയ്ക്ക് മകനോട് പാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വർഷം എവിടെയായിരുന്നു? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സ്വന്തം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, കുഞ്ഞിനെ വേണ്ടാന്ന് വയ്ക്കുന്ന രീതിയിൽ ആകുന്ന ഒരാൾ പെട്ടെന്ന് എന്തിനു വന്നു? ആ ഒരു മനുഷ്യനെ, ആ ഒരു കുടുംബത്തെ അനാഥമാക്കി ആ അച്ഛൻ, അമ്മ? എനിക്ക് ഉറപ്പുണ്ട് ആ മകൻ ഒരിക്കലും ഈ സ്ത്രീയെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതിനിടയ്ക്ക് കുറേ ന്യൂസസ് വരുന്നുണ്ടായിരുന്നു, ഓൺലൈനിൽ ഞാൻ കണ്ടതാണ്. ഈ സ്ത്രീയുടെ കൂടെ താമസിക്കുന്ന പുരുഷനെന്ന് പോലും പറയാൻ പറ്റില്ല, പുള്ളി പുരുഷനെന്ന് പറയത്തില്ല, ആ വ്യക്തി എന്തോ വ്യൂ ഓൺലി കുറേ ഫോട്ടോസും വീഡിയോസും അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് സഹോദരൻ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്?
നിനക്ക് എന്ത് മെച്ചമാണുണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്തിട്ട്? ആ സ്ത്രീയോട് ഈ കുഞ്ഞ് നിന്നെ സ്നേഹിക്കുമെന്നാണോ പറയുന്നത്? നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കത്തില്ല. 6 വർഷം നെഞ്ചോടൊട്ടി വളർത്തിയ സ്വന്തം അച്ഛൻ്റെ ജീവനെടുക്കാൻ കാരണക്കാരിയായ വ്യക്തിയെ ഒരിക്കലും സ്നേഹിക്കത്തില്ല. എന്നല്ലെങ്കിൽ നാളെ അവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കും, പുച്ഛിക്കും. അവൻ അവൻ്റേതായ രീതിയിൽ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം മാറേണ്ട സമയം അതിക്രമിച്ചു. ഇക്വാലിറ്റി വേണം. അല്ലാതെ ഒരു പർട്ടിക്കുലർ ജെൻഡറിന്, ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രിഫറൻഷ്യൽ ആകരുത്, അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാകരുത് നിയമം. ഇവിടെ ഓക്കെ, എത്ര ന്യൂസസ് വരുന്നറിയോ? ചില സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് മക്കളായിട്ട് ലീഗലി അല്ല പോകുന്നത്, ഒരു ഓവർനൈറ്റ് ഒരാളുകൂടെ ഇറങ്ങി പോകുന്നു, എന്നിട്ട് പറയാം എനിക്ക് മക്കളെ വേണ്ട, ഒന്നും വേണ്ട, ലാസ്റ്റ് ഇത് തിരിച്ചു വരും. ഈ വേലി ചാടിയ പയ്യെ കോലുകൊണ്ട് തീരുമെന്ന് പണ്ട് അല്ലേ പണ്ട് പഴമക്കാർ പറയാറുണ്ട്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ മാന്യമായിട്ട് പിരിഞ്ഞു പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ വേണോ, അത് ഈ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പറയേ ഓക്കെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പെർമിഷൻ ഉണ്ട്. അല്ലാതെ ഓവർനൈറ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്കപ്പുറം വന്ന് ആ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളെയും ആ കുഞ്ഞിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ത് ന്യായമാണ്? ഈ ശാപങ്ങൾ, ഈ കണ്ണുനീരുകൾ, ഇതൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും നിങ്ങളൊക്കെ? ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇത്രയധികം പ്രിവിലേജസ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ കുറേ നന്മകളുള്ളത് കൊണ്ടാണ്. ആ നന്മകളെ നിങ്ങളിങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ അതിൽ പോകുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, ഇത് ഏത് രീതിയിലാണ്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് അമ്മമാർ ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്ത്രീകളെ മനസ്സറിഞ്ഞ് പ്രാകുന്നുണ്ടാവും തലതെറിക്കാനായിട്ട്. ഇപ്പം ഞാൻ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. ദൈവത്തിന് മുകളിലാണ് മാതാവ്. ഈ ഒരുപാട് അമ്മമാരുടെ ശാപവാക്കൾ ഉണ്ടാവുന്നേ. ആ പുള്ളിയുടെ കുറേ റീൽസ് ഞാൻ കാണുന്നുണ്ടോ, കൂട്ടുകാരോട് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ മറ്റു ഷെയർ ചെയ്തതാ. എന്ത് ചിരിച്ചുകൊണ്ട് നിന്ന ഒരു മനുഷ്യനറിയും, ഒരു തിളക്കമുള്ള ഓജസ്സുള്ള മനുഷ്യൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു ഓവർനൈറ്റ് കുഞ്ഞിനെ വിട്ടുവിടാൻ ഒരു മാസം അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കുറച്ച് നാളുകൾക്കുള്ളിൽ എനിക്ക് 1 മാസം എന്തോ ആയിട്ടുള്ളൂ തോന്നുന്നു കേസ് കൊടുത്തിട്ട് പെട്ടെന്ന് എങ്ങനെ വിധി വന്നു, എങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ തോന്നി? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് എന്താ തോന്നി? ഇതൊക്കെ മാറേണ്ട സമയമായില്ലേ? സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് അവരെ, അല്ലെങ്കിൽ അവരോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ തന്നെ എൻ്റെ പാരൻസ് ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. എൻ്റെ അമ്മ അനുഭവിച്ച ട്രോമ, പെയിൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. കഷ്ടമുണ്ട് ഗൈസ്, കഷ്ടം. ഞാൻ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യവും. എനിക്ക് തോന്നുന്നു ചില നിയമങ്ങൾ മാറ്റം വരേണ്ട സമയമായി. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന, ഈക്വലി ഫേവറബിൾ ആയിട്ടുള്ള നീതി നടപ്പിലാക്കുന്ന നിയമങ്ങളാകണം വരേണ്ടത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ കൂടെ പോയി എന്തെങ്കിലുമൊക്കെ തോന്നിയ അവസരങ്ങൾ കാണിച്ചിട്ട് വന്നിട്ട് എനിക്ക് കോമ്പൻസേഷൻ വേണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ റീസെൻ്റ്ലി ബാംഗ്ലൂർ ഹൈക്കോടതിയിലൊരു ബാംഗ്ലൂർ മീൻസ് കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാനൊരു കണ്ടതാണ്, കുറച്ച് നാളുകളായെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ 6 മാസം കുടുംബം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവുന്നുണ്ട് സ്വത്ത് തട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ വെളിയിലേക്ക് കൊണ്ടുവരണം. എന്തായാലും ആ മരിച്ചുപോയ ആ വേദനയിൽ സ്വയം എരിഞ്ഞടങ്ങിയ ആ രജീഷന്, ചെറുപ്പക്കാരന് നീതി കിട്ടണം. എല്ലാ തവണത്തെയും പോലെ ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ മോശപ്പെട്ട വേദനയുണ്ടാക്കുന്ന, ദൈവത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കട്ടെ. എനിക്ക് പേടിയാണ്. കാരണം ഞാനൊരു പുരുഷനാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് രാമുവിനെ. നാളെ രാമുവിനെ ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? എനിക്കൊരു രൂപ പോലെ വേണ്ടേ? രാമുദ ഇവിടെ ഇരിപ്പുണ്ട്. ഇയാളെങ്ങനെ എനിക്കെതിരെ കേസ് കൊടുത്താൽ എൻ്റെ കുടുംബക്കാരെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇയാളെ തല്ലാറൊന്നുമില്ല, എന്നെ തല്ലുന്നത് ഇയാളാണ്. ഗാർഹിക പീഡനമാണ് ഗൈസ്. ഞാൻ തമാശ പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരും തമാശയ്ക്ക് പരസ്പരം കയ്യൊന്നും നീട്ടാറില്ല. പക്ഷേ ഞാനൊരു കുടുംബസ്ഥനാണ്, ഒരു കുടുംബവുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മകൾ ചെയ്താൽ പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനോ സ്വയം ജീവനെടുക്കാനോ പാടില്ല. ആസ് എ സൊസൈറ്റി നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെ, അവരെ ചുറ്റുമുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്താൻ, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ പറയാൻ കാരണമുണ്ട്. അന്ന് ആ ബസ്സിൽ വെച്ചൊരു പുള്ളിയുടെ ഒരു വീഡിയോയുടെ പുറത്തൊരു പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു, ഒരു പെൺകുട്ടിയുടെ വൃത്തികെട്ട ബിഹേവിയർ കാരണം. ഇന്ന് കുറച്ച് ദിവസങ്ങൾ മുന്നേ പുള്ളിക്കാരത്തി വീഡിയോസ് ഇടുന്നു, എന്ത് ചിരിച്ച് എന്ത് മേക്കപ്പ് ഇട്ടാണ്.
അന്ന് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് എങ്ങനെയാണെന്ന് അറിയോ, മുഖമൊക്കെ ഫുള്ള് മറച്ചായിരുന്നു. ഇപ്പോൾ അതൊന്നും പുള്ളിക്കാരത്തേക്ക് പ്രശ്നമില്ല. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഞാൻ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് പറയില്ല, നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാകട്ടെ. ഒരു ഉളുപ്പില്ലാതെ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതൊരു സിറ്റിസൻ്റെയും ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട്, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിൽ കൊണ്ടാവും, അതിനെന്തോ പറയുമോ, പടിയടച്ച് പിണ്ടം വയ്ക്കുമെന്നല്ലല്ലോ പറഞ്ഞേ, ഊരുവിലക്ക്. അത് വേണം. നമ്മുടെ ഇവിടെ ഊരുവിലക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ അല്ലെങ്കിൽ പുരുഷനൊന്നും സ്ത്രീയൊന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെ പാവപ്പെട്ട വ്യക്തികളുടെ ജീവൻ എടുക്കുന്ന മനുഷ്യരൂപം പൂണ്ട പിശാചുക്കളെയാണ്. 4, 3, 7 ക്ലിക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, പണ്ട് കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തു പോലെ 4, 3 ക്ലിക്ക് 4, 3, 7 ക്ലിക്കിനും ലൈക്കിനും വേണ്ടി, മീൻസ് ലൈക്കിനും കമൻസിനും വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് മനുഷ്യരുടെ ജീവിതം എടുക്കുന്ന യക്ഷികളെ, അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ പിന്നാലെ സുഖം തേടി പോയിട്ട് ഓവർനൈറ്റ് വന്ന് ആ മകനെയും അച്ഛനെയും തമ്മി തല്ലിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ എടുക്കുന്ന യക്ഷികളെ, അല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന വരയ്ക്കും ജാതിയും മതവും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ ഒരു മുഴുവൻ കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ കാരണക്കാരാവുന്ന ചില മനുഷ്യ മൃഗങ്ങളെ ഒക്കെ നമ്മൾ മാറി നിർത്തണം. അല്ലെങ്കിൽ ഇവന്മാരും ഇവളുമാരും പിന്നെയും ജയിലിൽ നിന്ന് ഇതൊക്കെ തന്നെ കാണിക്കും. ഇത് പറയാനാണ്. അപ്പം സ്നേഹം മാത്രം. ബൈ.